ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ്. അപ്പം ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ഒരു പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണിത്. ഇവിടെ ഇപ്പോൾ നവരാത്രി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രത്തെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്, എങ്കിലും വരാൻ സാധിച്ചത് ഇപ്പോഴാണ്. ഇവിടെ ഉപദേവാലയങ്ങളായി ഹനുമാൻ സ്വാമി, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, ഗണപതി, ശ്രീകൃഷ്ണൻ, ശ്രീ അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗരാജാക്കൾ, ബ്രഹ്മരക്ഷസ് എന്നിങ്ങനെയുള്ള ആണ്. ദേവിയെ ശിരസിലേറ്റി ഉള്ളൂർ കാർത്തികേയനും ഗണപതിയെ ശിരസിലേറ്റി ആദിനാട് സുധീഷും ശ്രീകൃഷ്ണനെ ശിരസിലേറ്റി കുളമാക്കൽ പാർത്ഥസാരഥിയുമാണ് ഗജനിരയിൽ ഉണ്ടായിരുന്നത്. വൈകിട്ട് വന്നാൽ ഇത്തിരികൂടെ കളർഫുള്ളായിട്ട് നമുക്ക് തോന്നാൻ പറ്റും. ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും എല്ലാം കൂടെ നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ കാണാൻ പറ്റും. ഞാൻ ഈയിടെ ഒരു വീഡിയോ അങ്ങനെ കണ്ടു. പിന്നെ ഇവിടെ മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ എന്ന ആനയുണ്ട്. അതിനെ ഈ പ്രാവശ്യം നവരാത്രി ഉത്സവത്തിന് എഴുന്നള്ളിച്ചിട്ടില്ല. അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ദിവസവും ഡോക്ടർമാരും ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ വന്ന് കണ്ടു. അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ നേരത്തെയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആനയായിരുന്നു. ഉപദേവാലയമായ സുബ്രഹ്മണ്യസ്വാമിയെ ഇപ്പോൾ ബാലാലയത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മറ്റേ ശ്രീകോവിൽ അടച്ചിട്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവിടുത്തെ പ്രധാന ഉത്സവം ചെറുപ്പ് മഹോത്സവമാണ്. ഇത് വൃശ്ചികം ധനുമാസത്തിലാണ് നടക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത്. അതായത് 41 അനുബന്ധിച്ചാണ് ഇവിടുത്തെ ചെറുപ്പ് മഹോത്സവം നടക്കുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് ഇങ്ങനെ ചോദിച്ചതിൽ നിന്നും മനസ്സിലാക്കി. പിന്നെ നവരാത്രിയോടനുബന്ധിച്ച് ചെറിയ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്നാലും ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം ചെറുപ്പ് മഹോത്സവമാണ്. ഇതുവരെ വന്നിട്ടില്ല. ഇനിയും ചെറുപ്പ് മഹോത്സവത്തിന് ഒന്ന് വരണം.
രണ്ട് പക്ഷങ്ങൾക്ക് രണ്ട് പ്രാധാന്യമാണ്. മകൾ ഈശ്വരപ്രീതി വെളുത്തപക്ഷത്തിലും പിതൃപ്രീതി കറുത്തപക്ഷത്തിലുമാണ്. പിതൃക്കൾക്ക് രാത്രിയാണ്. ഒരു മരണം കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.